الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما يؤمن أكثرهم بالله إلا وهم مشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയാണോ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ ലക്ഷ്യം മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കണേ, തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ ഈ ഭൂമി ലോകത്ത് വളരാൻ ആരംഭിച്ചു. അവർക്കിടയിൽ ഇബ്ലീസിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അവർക്കിടയിൽ വിദ്വേഷവും പകയും അസൂയയും അവസാനം വലിയ തെറ്റായ കൊലപാതകത്തിൽ വരെ എത്തിച്ചേരുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും തൃപ്തി കണ്ടില്ല എന്നുള്ളതാണ്. കാരണം മറ്റു എല്ലാ തിന്മകളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പരലോകത്ത് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാരണവശാലും പുറത്തു കൊടുക്കാത്ത ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തെ, ഈ മനുഷ്യരെ ശിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കഠിനമായ തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു ഇബ്ലീസ്. എങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ ഷിർക്കിലേക്ക് എത്തിയത് എന്ന് പരിശുദ്ധ ഖുർആൻ
10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിൻ്റെ 19-ാമത്തെ ആയത്ത് വിശദീകരിച്ച് മറ്റു പല ആയത്തുകളും സൂറത്തുൽ നൂഹിലെ ആയത്തുകളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദ وما كان الناس إلا أمة واحدة فاختلفوا. മനുഷ്യർ ഒരേ സമുദായമല്ലാതെ ആയിരുന്നില്ല, അത് ഒരൊറ്റ സമുദായം മാത്രമായിരുന്നു മനുഷ്യർ. ഫഖ്തലഫു, എന്നിട്ടവർ ഭിന്നിക്കുകയാണ്. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുളിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. നിന്റെ റബ്ബിങ്കിൽ നിന്നും ഒരു വാക്യം മുൻകഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവരേതൊരു വിഷയത്തിലാണോ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ അവർക്കിടയിൽ തീരുമാനമെടുക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. അഥവാ ഈ ദുനിയാവിൽ ഈ തിന്മകൾക്ക് പരലോകത്തേക്ക് അല്ലാഹു ശിക്ഷകൾ മാറ്റിവെച്ചത് കൊണ്ടാണ്, അവിടെ നരകമാകുന്ന ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചത് കൊണ്ടാണ് ഈ ഭിന്നിച്ച പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ഈ ലോകത്ത് ശിക്ഷ നൽകാതിരുന്നത് എന്നല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. അഥവാ മനുഷ്യ സമൂഹം ഒരൊറ്റ സമൂഹമായിരുന്നു. അല്ലാഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഈ ഉമ്മത്ത് ഒരൊറ്റ സമുദായം മാത്രമായിരുന്നു. അഥവാ കാന ബൈന ആദമ വനൂഹിൻ 10 ഖുറൂൻ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഇടയിൽ 10 തലമുറ ശുദ്ധ തൗഹീദിലാണ്. അവരിൽ ശിർക്കുകൾ സംഭവിച്ചിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്, അവരെല്ലാവരും ശരിയായ മാർഗത്തിലായിരുന്നു, തൗഹീദിലായിരുന്നു. പിന്നെങ്ങനെയാണ് ഇവർ ഭിന്നിച്ചു എന്ന് പറഞ്ഞത്? ഫഖ്തലഫു, അവർ ഭിന്നിച്ചു. ഏത് വിഷയത്തിലാണ് അവർ ഭിന്നിച്ചത്? തൗഹീദിന്റെ വിഷയത്തിലാണ് അവർക്ക് ഭിന്നത സംഭവിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ തൗഹീദിന്റെ ആ തൗഹീദ് മാറി അതിലേക്ക് ശിർക്ക് വന്നതോടുകൂടിയാണ് فبعث الله النبيين مبشرين ومنذرين, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയും പ്രവാചകന്മാരെ നിയോഗിച്ചു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആദം സന്തതികളിൽ സംഭവിച്ച ആദ്യത്തെ ശിർക്ക് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലാണ്. ഒരിക്കലും അവർ 2 അല്ലാഹു ഉണ്ട് എന്ന് വാദിച്ചുകൊണ്ടല്ല ശിർക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഖബറുകളെ ആരാധിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂഹ് വിശദീകരിച്ചുകൊണ്ട് എല്ലാ തഫ്സീറുകളിലും കാണുവാൻ സാധിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ശിർക്ക് ചെയ്ത സമൂഹത്തിനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധ്യപ്പെടുത്തുകയാണ്. ഈ സമയത്ത് സൂറത്ത് നൂഹിൽ കാണാം, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊസ വയഊക വനസ്റ. ഇത് ഗൗരവമുള്ള വിഷയം, പഠിക്കേണ്ട വിഷയം. ഈ ലോകത്തേക്ക് ശിർക്ക് കടന്നു വന്ന വഴി ഏതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ വിഷയം പഠിക്കാതിരുന്നാൽ ശിർക്കുകൾ കടന്നു വരും, വിശ്വാസത്തിൽ പാളിച്ചകൾ സംഭവിക്കും. പിന്നീട് ദുനിയാവിൽ എന്ത് ചെയ്താലും പ്രവർത്തനം സ്വീകരിക്കാത്ത വിധത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ സ്വർഗം ഹറാമായി തീരും. അതുകൊണ്ട് എങ്ങനെയാണ് ശിർക്ക് വന്നത് എന്നും ഷിർക്കിന്റെ തുടക്കം എന്താണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിനോട് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ആരാധ്യന്മാരെയും നിങ്ങൾ വിട്ടേക്കണം. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവരല്ല. ആരാധിക്കാൻ സർവലോക പടച്ച തമ്പുരാനെ മാത്രമേ പാടുള്ളൂ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. വഖാലു, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, ആ നാട്ടിലുണ്ടായിരുന്ന നൂഹ് നബിയുടെ ജനതയിലുണ്ടായിരുന്ന പ്രമാണിമാർ, ആ സമൂഹത്തെ നിയന്ത്രിച്ച ആളുകൾ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കാൻ പാടില്ല. വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊക വനസ്റ, നിങ്ങൾ വദ്ദിനെ ഉപേക്ഷിക്കാൻ പാടില്ല, സുവാഇനെ ഉപേക്ഷിക്കാൻ പാടില്ല, യഊസിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ഈ അഞ്ചാളുകൾ? ആരാണ് ഈ അഞ്ച് ആരാധ്യന്മാർ? ഇത് വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെയാണ് ഇവർ ആരാധിച്ചത്? വഹിയ അസ്മാഉർ റിജാലിസ് സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരെല്ലാം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല സ്വാലിഹായ മനുഷ്യരായിരുന്നു ഇവർ. വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ എന്ന് പറയുന്നത് ഈ അഞ്ചാളുകൾ മഹാന്മാരായ സ്വാലിഹീങ്ങളായ നല്ല ആളുകളായിരുന്നു. അവർ സമൂഹത്തിന് മാതൃകയായിരുന്നു. അവർ സമൂഹത്തിന് ദീന് പഠിപ്പിച്ച മുത്തഖീങ്ങളായ തൗഹീദുള്ളവരായിരുന്നു. ഫലമ്മാ ഹലകൂ, അങ്ങനെ അവർ അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ, പിശാച് ആ സമൂഹത്തിലേക്ക് വന്നിട്ടൊരു ദുർബോധനം നൽകി. എത്ര തന്ത്രപരമായിട്ടാണ് ഇബ്ലീസ് ശിർക്കിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്! എന്താണ് ആ ദുർബോധനം എന്നറിയുമോ? അനിൻസിബു ഇലാ മജാലിസിഹിമുല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബാ, ആ പുണ്യപുരുഷന്മാര്, ഈ സ്വാലിഹീങ്ങളായ ഈ മഹാന്മാരായ ആളുകൾ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവരുടെ രൂപത്തിലുള്ള ചില പ്രതിഷ്ഠകൾ നിങ്ങൾ സ്ഥാപിക്കണം. ആ പ്രതിഷ്ഠകൾ അവരുടെ രൂപത്തിൽ, അവർക്ക് ആ പ്രതിഷ്ഠകൾ കണ്ടാൽ അവരെ ഓർമ്മ വരുന്ന രീതിയിൽ ആ മഹാന്മാരുടെ പ്രതിഷ്ഠകൾ നിങ്ങൾ നിർമ്മിക്കണം. വസമ്മൂഹാ ബി അസ്മാഇഹിം, എന്നിട്ട് ഓരോ പ്രതിഷ്ഠകൾക്കും അവരുടെ പേരിടണം. ഇത് വദ്ദാണ്, ഇത് സുവാണ്, ഇത് യഊസാണ്, ഇത് യഊഖാണ്, നസ്റാണ്. ഇങ്ങനെ ഓരോ പ്രതിഷ്ഠകൾക്കും അവരുടെ പേരിടണം. എന്തിനാണെന്നറിയുമോ? കാന അശ്വഖലന ഇലൽ ഇബാദ, അവരെ കാണുന്ന സമയത്ത്, ആ വിഗ്രഹത്തെ കാണുന്ന സമയത്ത്, ആ പ്രതിഷ്ഠയെ കാണുന്ന സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമുണ്ടാകും. നിങ്ങൾക്ക് നന്നായിട്ട് അമലുകൾ പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ടാകും. അവരുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഓർമ്മ വരും. അവരുടെ ഉപദേശം നിങ്ങൾക്ക് ഓർമ്മ വരും. അവർ നിങ്ങളിലൂടെ നടന്ന സമയത്ത്, നിങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് അവരിലുണ്ടായിരുന്ന നന്മകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. ആ പ്രതിഷ്ഠകളങ്ങ് കാണുന്ന സമയത്ത് നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരണയുണ്ടാകും. അങ്ങനെ ഇദാ ദക്കർനാഹും, കേവലം ഒരു അനുസ്മരണത്തിന് വേണ്ടി മാത്രമായിട്ട്, കേവലം അവരെ ബഹുമാനിക്കുന്നതിന് മാത്രമായിട്ട് ആ സമൂഹത്തിലുള്ള ആളുകൾ ആ പ്രതിഷ്ഠകൾ നിർമ്മിക്കുകയാണ്. വസവ്വറൂഹും ഫലമ്മാ മാതൂ, പ്രതിഷ്ഠകൾ നിർമ്മിച്ചു. ആ സമൂഹം അങ്ങനെ കടന്നുകിട്ട് പോയി. എന്നിട്ടോ വസവ്വറൂഹും ഫലമ്മാ മാതൂ, ആ പ്രതിഷ്ഠകൾ നിർമ്മിച്ച ആ സമൂഹത്തിലുള്ള ആളുകളും മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയ സമയത്ത് പിശാച് വീണ്ടും ഇടപെടുകയാണ്. ഇവർ നല്ലതാണ് എന്ന് വിചാരിപ്പിച്ചിട്ടാണ് ആ പ്രതിഷ്ഠകളെ നിർമ്മിപ്പിച്ചത്. ഇന്നും സമൂഹത്തിൽ ബിദ്അത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും ഇതേ രീതിയിലാണ്. അങ്ങനെ ആ പ്രതിഷ്ഠകൾ നിർമ്മിച്ച ആളുകൾ അങ്ങ് മരണപ്പെട്ടു പോയപ്പോൾ പിശാച് അടുത്ത തലമുറക്ക് കൃത്യമായി ദുർബോധനം കൊടുക്കുകയാണ്. എന്താണ് ആ ദുർബോധനം എന്നറിയുമോ? വജാഅ ആഖറൂന ദബ്ബ ഇലൈഹിം ഇബ്ലീസ് ഇന്നമാ കാനൂ യഅബുദൂനഹും ഫഅബദൂഹും, നിങ്ങളുടെ പൂർവികന്മാരുണ്ടല്ലോ, ഈ പ്രതിഷ്ഠകൾ നിർമ്മിച്ച ആളുകളൊക്കെ ഈ പ്രതിഷ്ഠകളെ അവർ ആരാധിക്കുമായിരുന്നു എന്ന് ദുർബോധനം നൽകി. ഈ കഴിഞ്ഞുപോയ ആളുകളൊക്കെ എന്താക്കിയിട്ടുണ്ട്?
ഈ പ്രതിഷ്ഠകളെ ആരാധിക്കുമായിരുന്നു എന്ന ദുർബോധനം അവർക്ക് നൽകി. ഫഅബദൂഹും, അവരാ വിഗ്രഹങ്ങളെ ആരാധിച്ചു തുടങ്ങി എന്ന് സൂറത്തു യൂനുസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പൂർവികൾ ചിലർ പറഞ്ഞു, അവർ മരിച്ചപ്പോൾ അവരുടെ ഖബറുകൾ അവർ ഭജനമിരിക്കുകയും പിന്നീട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. കാലം കുറെ ദീർഘിച്ചപ്പോൾ അവർ അവരെ ആരാധിക്കാൻ തുടങ്ങി. ഈ രീതിയിലാണ് ആദ്യമായിട്ട് ലോകത്തേക്ക് ശിർക്ക് വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ആദ്യം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ പിഴപ്പിക്കുന്ന രീതി എത്രമാത്രം ഗൗരവമാണ്. ഒന്നാദ്യം അവരോട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, അത് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയം അവരെ ആരാധിക്കുവാൻ അവരോട് അവൻ കൽപ്പിച്ചില്ല. മറിച്ച് അവരെക്കുറിച്ചുള്ള ഓർമ്മകളും മറ്റും നിലനിൽക്കാനും അതിലൂടെ നിങ്ങളുടെ ജീവിതം നന്നാക്കാനും ഇത് നല്ലതാണെന്ന് തോന്നിപ്പിച്ചു. അടുത്ത തലമുറയോട് അവയെ ആരാധിക്കുവാനുള്ള ദുർബോധനമാണ് നടത്തിയത്. എങ്ങനെ? ഇവിടെ എത്രയെത്ര ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അവരുടെയൊന്നും വിഗ്രഹങ്ങളൊന്നും പ്രതിഷ്ഠകളൊന്നും നിർമ്മിച്ചിട്ടില്ലല്ലോ. പക്ഷെ 5 പേരുടെ മാത്രം രൂപങ്ങൾ കാണപ്പെടുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഇവർ ആരാണെന്നറിയുമോ? നല്ല മനുഷ്യന്മാരാണ്, നല്ല സ്വാലിഹീങ്ങളായ ആളുകളാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ്. അതിനാൽ അവരുടെ അടുത്തേക്ക് ജനങ്ങൾ പാപങ്ങൾ പുറത്തു കിട്ടാനും ജനങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടാനും അള്ളാഹുവിനോട് തേടാനായി ചെല്ലുമായിരുന്നു എന്ന് ആ തലമുറയോട് ദുർബോധനം നൽകി. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഈ പ്രതിഷ്ഠകൾ പിന്നെ ഈ വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ എന്നിവരൊക്കെ എന്ത് ചെയ്യും? അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നിട്ടോ മാത്രമല്ല, വീണ്ടും ഇബ്ലീസ് അവർക്ക് കൃത്യമായി ദുർബോധനം നൽകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഈ 5 മഹാന്മാർ മരണപ്പെട്ടവരാണ്, പക്ഷേ അവരുടെ കഴിവുകൾ നിലനിൽക്കുന്നു. അവർ മഹാന്മാരാണ്, നമ്മളാകട്ടെ പാപികളാണ്. അതിനാൽ ഇവരെ സമീപിച്ച് ഇവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർ അള്ളാഹുവിനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് സാധിപ്പിച്ചു തരും. ഇത്തരം ദുർബോധനങ്ങൾ ഇബ്ലീസ് ആ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. അവരപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥനയും നേർച്ചയും വലിയുമൊക്കെ ഈ കാണുന്ന ഈ 5 പുണ്യപുരുഷന്മാർക്ക് അവർ വകവെച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ ശിർക്കിലേക്ക് അകപ്പെടുകയും ചെയ്തു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അപ്പൊ ആദ്യമായി ഈ ലോകത്തേക്ക് ശിർക്ക് വന്നത് 5 മഹാന്മാരായ സ്വാലിഹീങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇന്നും നടക്കുന്നത് അത് തന്നെയാണ്. ഏതൊരു മതക്കാരും അവരുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നിങ്ങനെ പരിശോധിച്ചു നോക്കേ. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ അത് തന്നെയാണ് എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന ഉമ്മ ഹബീബ വ ഉമ്മ സലമ ذكرتا كنيسة رأيناها بالحبش فيها തസാവീർ അലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മു സലമയും ഉമ്മു ഹബീബയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ആ കാര്യം? ذكرتا كنيسة رأيناها بالحبشة فيها تساوير لرسول الله صلى الله عليه وسلم. എത്യോപ്യയിൽ അവർ കണ്ടൊരു ചർച്ചിനെ കുറിച്ചായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അഥവാ അവർ ചില പള്ളിയിൽ ഇന്ന രീതിയിലുള്ള ആരാധന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് ഉമ്മു ഹബീബയും ഉമ്മു സലമയായ നമ്മുടെ ഉമ്മമാരായ പ്രവാചകന്റെ പത്നിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹ് ഫമാത. പ്രവാചകൻ പറഞ്ഞു, അവരിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ, സ്വാലിഹായ ഒരു പുണ്യപുരുഷൻ അവരിൽ ജീവിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ വസവ്വറു ഫീഹി തിൽക സൂറ. അവർ അയാളുടെ ആ പുണ്യപുരുഷന്റെ ഖബറിന്മേൽ ഒരു പള്ളി ഉണ്ടാക്കും.
അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബർ കെട്ടിപ്പൊന്തിക്കും, ആ ഖബറിന്റെ മുകളിൽ ഒരു പള്ളി നിർമ്മിക്കും. മാത്രമല്ല അതിൽ ആ രൂപങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഏതൊരു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇന്നീ സെക്കൻഡ് വരെ അല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും പുണ്യപുരുഷന്മാരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരിത് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഈ ഹദീസിന് അവസാന ഭാഗം കാണാം, ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, ഇങ്ങനെ ചെയ്തവരാണ് അല്ലാഹുവിങ്കൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ നീചന്മാർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ നാട്ടിലെ എത്രയെത്ര മനുഷ്യരാണ് അല്ലാഹുവിന് മാത്രം നൽകേണ്ട, അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട, അല്ലാഹുവിനോട് മാത്രം സഹായം തേടേണ്ട, അല്ലാഹുവിൽ നിന്ന് മാത്രം കാവൽ തേടേണ്ട, അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ട കാര്യത്തിന് എത്ര ഔലിയാക്കളുടെ ഖബറുകളാണ് കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത്. ഖബർ ഒരു ചാണിൻ മുകളിൽ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല എന്ന് എത്ര മനോഹരമായി ഏതൊരു മനുഷ്യനും കൃത്യമായി ബോധ്യപ്പെടുന്ന നിലയിൽ ഇസ്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ, പക്ഷേ ഓരോ മുക്കിലും മൂലയിലും എത്ര ഖബറുകളാണ് സിമന്റ് ഇട്ട് ടൈലൊട്ടിച്ച് എത്ര മനോഹരമായിട്ടാണ് അവർ ആ ഖബറുകളെ ക്രമീകരിക്കുന്നത്. എന്തിനു വേണ്ടി എന്ന് ഗൗരവമായി ചിന്തിക്കണം. ആരാണ് അവിടെ പോകുന്നത്? എന്തിനാണ് അവിടെ പോകുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട ആ ഖബറുമായി ബന്ധപ്പെട്ട് ആ പുരോഹിതന്മാർക്ക്, ആ ഉസ്താദുമാർക്ക് ഈ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കാനുള്ള ന്യായീകരണം എന്താണ്? അവർ ഔലിയാക്കളാണ് എന്നാണ്, അവർ സ്വാലിഹായ ആളുകളാണ്, അവർ നന്മ പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരല്ല അവർ വലിയ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്. നമ്മളാണെങ്കിലോ പാപികളാണ്. ഇതേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനതയിൽ ശിർക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല ആളുകളാണ്, നമ്മൾ പാപികളാണ്. അള്ളാഹുവിനോട് നേർക്ക് നേരെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല, അത് ശരിയല്ല, അത് മര്യാദക്കേടാണ്. അതുകൊണ്ട് ഇന്ന മക്കാമിലേക്ക് പോയിക്കൊള്ളുക, ഇന്ന ജാറങ്ങളിലേക്ക് പോയിക്കൊള്ളുക, എന്നിട്ട് അവരോട് അല്ലെങ്കിൽ അവരെ മുൻനിർത്തി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ലോകത്തൊരു പ്രവാചകന്മാരും അത് പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രവാചകന്മാരും അതിന് ശേഷം വന്നൊരു പ്രവാചകൻ മറ്റു പ്രവാചകനെ വിളിച്ചിട്ട് ഇടയാളന്മാരാക്കിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു ആയത്തും ഒരു ഹദീസും എവിടെയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഒരു സ്വഹാബത്ത് പോലും അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് എന്ന് പറയുന്ന ഒരു സ്വഹീഹായ ഹദീസുകൾ തെളിവുകളും എവിടെയും കാണാൻ സാധ്യമല്ല. മറിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ ഉമ്മത്തിലേക്കും ശിർക്ക് കടന്നു വന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരായ ആളുകൾ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ അവരിലൂടെ സമർപ്പിച്ച് അല്ലെങ്കിൽ അവരിലേക്ക് സമർപ്പിച്ച് പങ്കു ചേർത്തുകൊണ്ടാണ് ശിർക്ക് സംഭവിച്ചത് എന്നെത്ര ഗൗരവമായിട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവല്ലാത്ത ആരാധനക്കർഹനായി ലോകത്താരുമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. എന്തിനാണെന്നറിയുമോ? തൗഹീദ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയുമോ? ഒരു ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നാളെ മഹ്ശറിലദാ ഒരു സൃഷ്ടികൾക്കിടയിൽ നിന്ന് ഒരാളെ അല്ലാഹു സുബ്ഹാനഹു തആല വിളിക്കുകയാണ്. ആ ആളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ രേഖകൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുന്നു, ആ മനുഷ്യന്റെ രേഖകൾ 99 ഏടുകൾ ഉണ്ടായിരിക്കും. ആ 99 ഏടുകൾ ഇങ്ങനെ വെക്കുകയാണ്. 99 ഏടുകൾ വെച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് ചോദിക്കും, അഥവാ 99 ഏടുകൾ ഇങ്ങനെ വെക്കും.
അതിന് ഹദീസിൽ കാണാം, അവന്റെ കണ്ണെത്താ ദൂരത്തോളം വിശാലമായിരിക്കും ആ ഏടുകൾ. അവൻ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരാഴ്ച നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി നോക്കി. നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തതിൻ്റെ നീയത്തും അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി നോക്കി. എത്ര ഉണ്ടാവും? 99 ഏടുകൾ നിവർത്തി വെക്കപ്പെട്ടു. അവന്റെ കണ്ണെത്താ ദൂരത്തോളം ഉണ്ടാകും ഓരോ രേഖകളും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് ചോദിക്കും, ഞാൻ നിന്നോട് വല്ല അക്രമവും പ്രവർത്തിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയും, ലാ വല്ലാഹ് യാ റബ്ബി, ഇല്ല അല്ലാഹുവേ, നീ എന്നോടൊരു അക്രമവും പ്രവർത്തിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും ചോദിക്കും, അല്ല മനുഷ്യ, നിന്നോട് എൻ്റെ കിറാമൻ കാത്തിബീങ്ങളായ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ? അവരില്ലാത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അവർ നിന്നോട് അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ സമയത്തും ആ മനുഷ്യൻ പറയും, ഇല്ല അല്ലാഹുവേ. വീണ്ടും അല്ലാഹു ചോദിക്കും, നിനക്ക് ഇതിന് വല്ല ന്യായീകരണവും പറയാനുണ്ടോ? ഇതിന് വല്ല ന്യായീകരണവും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ആ മനുഷ്യൻ പറയും, ഇല്ല അല്ലാഹുവേ. ഈ സമയത്ത് ഞാൻ പരാജയപ്പെട്ടു, ഞാൻ നരകത്തിലാണെന്നുറപ്പിച്ചു, ഞാനാകെ പ്രതിസന്ധിയിലായി. ആ കാണുന്ന രേഖയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ചെയ്തു വച്ച എല്ലാ തിന്മകളും കാണുകയാണ്. വല്ലാത്ത ബേജാറോടുകൂടി നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നിനക്കൊരു ഹസനത്തുണ്ട്, നിനക്കൊരു നന്മയുണ്ട്. എന്താണ് ആ നന്മയെന്നറിയുമോ? നന്മയുണ്ട് എന്ന് പറഞ്ഞൊരു ബിത്താക്ക ഇങ്ങെടുക്കും, ഒരു കാർഡ് ഇങ്ങെടുക്കും. ആ കാർഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാർഡ് എടുത്തിട്ട് പറയും, ഇതാ നിനക്ക് ഈ ഹസനത്തുണ്ട്. ഈ മനുഷ്യന് ഹദീസിൽ കാണാം, ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ, കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന 99 ഏടുകൾ ഒരു ഭാഗത്തുണ്ടായിരിക്കെ ഈ ചെറിയൊരു കാർഡിന് എന്ത് പ്രസക്തിയാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ 99 ഏടുകളെയും ഒരു തുലാസിലങ്ങ് വെക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാർഡതാ അടുത്ത തുലാസിൽ വെക്കുന്നതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാർഡങ്ങ് തുലാസങ്ങ് കനം കൂടുകയാണ്. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്തിനാ ഇങ്ങനെ തൗഹീദ് പറയുന്നത്? എന്തിനാ തൗഹീദ് പറയുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തൗഹീദ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഈ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വമ്പിച്ച പ്രതിഫലം കിട്ടും. ഈ ഇരുത്തത്തിനൊക്കെ പ്രതിഫലമാണ്. ചില തെറ്റുകളാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ പല നന്മകൾ കാരണം പലതും അല്ലാഹു ഇങ്ങനെ പുറത്തു കൊണ്ടേയിരിക്കുന്നുണ്ട്. മാത്രമല്ല അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നാളെ പരലോകത്ത് അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇനി അഥവാ അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ച് അവനെ ശിക്ഷിക്കണമെങ്കിൽ അതിനും ഒരു പരിധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ശിർക്ക് സംഭവിച്ചിട്ട് മരിച്ചാലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണിവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്രയോ തവണ ചൊല്ലുന്നവരാണ്. അതിൻ്റെ കൂടെയാണ് ശിർക്കുകൾ ഒരുമിച്ച് കൂടുന്നത്. നിങ്ങൾ മൗലൂദ് കിതാബ് എടുത്ത് വായിച്ചോളി, നിങ്ങൾ അദ്ദാദും റാത്തീബുകളും എടുത്ത് വായിച്ചോളി. കേട്ടിട്ടില്ലേ നിങ്ങൾ 33 പ്രാവശ്യം 33 പ്രാവശ്യം യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അവന്റെ ക്ഷീണം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നു. അവന്റെ ടെൻഷനും പ്രയാസമൊക്കെ മാറ്റിക്കൊടുക്കും. ആരാ അബ്ദുൽ ഖാദർ ജീലാനി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇറാഖിന്റെ ബാഗ്ദാദിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ.
അദ്ദേഹത്തെ പേരിങ്ങനെ 33 പ്രാവശ്യം വിളിച്ചാൽ ടെൻഷൻ മാറിക്കിട്ടും. ആര് പറഞ്ഞു? ആരിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആദർശം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടില്ലേ, എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. എത്ര നന്മ ചെയ്താലും സ്വീകരിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവൻ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിനെ പങ്കുചേർത്ത് അള്ളാഹുവിന് നൽകേണ്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്ത് ഔലിയാക്കളാണെന്നും വലിയവരാണെന്നും എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു നൽകേണ്ട ഏതെങ്കിലും ഒരു കാര്യം അവരിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നുവെങ്കിൽ അവൻ ശിർക്ക് ചെയ്ത് മരിച്ചവനാണ്. എത്ര ആളുകൾ, എത്ര മനുഷ്യർ, നമ്മുടെ കൂടെ നടക്കുന്നവർ, കൂടെ ജീവിക്കുന്നവർ. ഓർക്കണം, ചിന്തിക്കണം, വിലയിരുത്തണം, ഗൗരവമായി നമ്മൾ ആലോചിക്കണം. എനിക്ക് സ്നേഹമുണ്ട് എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത്. എനിക്ക് സ്നേഹമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ പ്രവാചകന്മാർ ചില ദൗത്യം നാം ഏറ്റെടുക്കണം. ഈ ഖുത്ബ ഒന്ന് പുറത്തേക്ക് പോയി നോക്കട്ടെ. ഇനി വരാനുണ്ട്. മക്ക മുശ്രിക്കീങ്ങൾ എങ്ങനെയാണ് ശിർക്കിലേക്ക് അകപ്പെട്ടത്, അവരുടെ ന്യായീകരണം എന്തായിരുന്നു എന്ന് അങ്ങോട്ട് വിട്ടോക്കട്ടെ. ഞാൻ ഇന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തഫ്സീറുകളിലുള്ളതാണ്. ഇബ്നു കസീറിലും അതേപോലെ ഇമാം റാസിയുടെ ഒക്കെ തഫ്സീറിൽ കൃത്യമായി എല്ലാ തഫ്സീറും പരിശോധിച്ച് നോക്കുക, എല്ലാത്തിലും ഉള്ളതാണ്. അതേ സമയത്ത് ഒരു കൊലപാതകത്തെക്കുറിച്ചോ, ഒരു വ്യഭിചാരത്തെക്കുറിച്ചോ, ഒരു പലിശയെക്കുറിച്ചോ, ഒരു കടത്തെക്കുറിച്ചോ, സക്കാത്തിനെ കുറിച്ചോ പറഞ്ഞു നോക്കിയേ, നല്ല ഖുത്ബ എന്ന് പറയാ. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കയറി പറഞ്ഞു നോക്കിയേ, വരെ കിട്ടും. അത് കിട്ടുമെന്നുള്ളത് പ്രവാചകന്മാർ നമുക്ക് നൽകിയൊരു പാഠം കൂടിയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിലേക്ക് സമർപ്പിക്കേണ്ട, അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കേണ്ട കാര്യം റബ്ബിലേക്ക് മാത്രം. അതിനു വേണ്ടിയാ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിനെ സൃഷ്ടിച്ചത്. അതാണ് നമ്മുടെ ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. ബാക്കി എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. ഈ 2 വിഭാഗത്തിന് മാത്രമാണ് സ്വാതന്ത്ര്യം നൽകിയത്. അതുകൊണ്ടാണ് ഈ 2 വിഭാഗത്തിലാണ് ശിർക്കും